മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ 16-കാരി മരിച്ചതായി പരാതി. മലപ്പുറം സ്വദേശി സുരേഷിന്റെ മകളാണ് മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടിയെ വെന്റിലേറ്ററും ബെഡും ഇല്ലെന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി അയച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. എൻ്റെ കുട്ടി ന്യൂമോണിയ ബാധിച്ച് കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്ന് വെന്റിലേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ പുറത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ സ്റ്റാർ കെയർ എന്ന ഹോസ്പിറ്റലിലാണ് ഞങ്ങൾക്ക് എത്തിയത്. അവിടെ നല്ല എമൗണ്ടാണ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ 16-കാരി മരിച്ചതായി പരാതി. മലപ്പുറം സ്വദേശി സുരേഷിന്റെ മകളാണ് മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടിയെ വെന്റിലേറ്ററും ബെഡുമില്ലെന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി അയച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ 16-കാരി മരിച്ചതായി പരാതി. മലപ്പുറം സ്വദേശി സുരേഷിന്റെ മകളാണ് മരിച്ചത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എന്നായിരുന്നു ഈ സംഭവം? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആതിര, കടുത്തൊരു ആരോപണം തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മലപ്പുറം സ്വദേശി സുരേഷാണ് ഈ ഒരു ആരോപണമായി സുരേഷ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സുരേഷിന്റെ മകളുടെ ചികിത്സയ്ക്കായി കഴിഞ്ഞ 13-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഈ പെൺകുട്ടിക്കുള്ളൂ. ചെറിയ ശാരീരിക വൈകല്യം ഈ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട്. പിന്നീട് ഈ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ കൊണ്ടോട്ടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഈ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ഏകദേശം 13-ാം തീയതി രാത്രി 8 മണിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ഈ എത്തിയ സമയത്ത് രാത്രി മുഴുവൻ സമയത്തും കുട്ടിയെ ആരും തന്നെ പരിപാലിക്കാതെ ഈ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ കിടത്തുകയും പിറ്റേ ദിവസം രാവിലെ കുഞ്ഞിനെ പരിചരിക്കാതെ വാർഡിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് കുടുംബം പറയുന്ന ഒരു കാര്യം. ഈ പരാതിയിലും പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം ഇതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നൽകിയിരിക്കുന്ന പരാതിയാണ്. ഈ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പിന്നാലെ ഈ കുട്ടിക്ക് പിന്നീട് ഈ ഓക്സിജന്റെ അളവ് കുറയുകയും കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ വിവരം ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ആശുപത്രി അധികൃതർ ഇതിനു വേണ്ട വെന്റിലേറ്ററും മറ്റ് കിടക്കകളോ അനുബന്ധ സാധനങ്ങളോ ഉപകരണങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ഇവിടെ നിന്നും മാറ്റാനായി കുടുംബത്തെ അറിയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ കുട്ടിയുടെ പിതാവ് സുരേഷും അതോടൊപ്പം തന്നെ മാതാവും ഈ കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവന് അപകടമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബം ഡോക്ടറോട് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. പിന്നീട് ഈ കുട്ടിയെ നോക്കാതെ വന്നതോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം 14, 15, 16 തീയതികളിൽ തന്നെ കുട്ടിയെ ഇവിടെ ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചത് മൂലം ഏകദേശം 2 ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പിന്നാലെ ഈ കുടുംബത്തിന് ഈ പിന്നോക്കം നിൽക്കുന്ന ഈ ഒരു കുടുംബത്തിന് ഈ രൂപ അധികം ചെലവ് വരുന്ന, അതായത് 2 ലക്ഷം രൂപ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. പിന്നീട് മലപ്പുറത്തെ ഇവരുടെ വീടിന് സമീപമുള്ള പഞ്ചായത്ത് അംഗങ്ങളും മറ്റു നാട്ടുകാരെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം സ്വരൂപിക്കുകയും പിന്നീട് ഈ ചികിത്സ നടത്താനുള്ള ഘട്ടത്തിലേക്ക് എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടി ഇന്നലെ വൈകിട്ടോടുകൂടി ഏകദേശം ഒരു 6 മണി 7 മണിയോട് കൂടിയാണ് കുട്ടി മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരാതി കഴിഞ്ഞ 14-ാം തീയതിയാണ് ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്നൊരു ആരോപണവും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. ആതിര.
തീർച്ചയായും ഈ ഒരു സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ അഭിന? നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നും ഇതുവരെയായിട്ടും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 13-നാണ് ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ ഈ കുടുംബം ഉന്നയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെന്റിലേറ്ററും അതോടൊപ്പം തന്നെ മറ്റ് കിടക്കകളോ മറ്റ് ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഉപകരണ സാധനങ്ങളൊന്നും തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറഞ്ഞ കാര്യം എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. പിന്നീട് ഈ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന വെന്റിലേറ്ററും അതോടൊപ്പം തന്നെ മറ്റു 2 കിടക്കകളും അനുബന്ധ ഉപകരണങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഈ കുടുംബം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ആരോപണം തന്നെയാണ് ഉയർന്നത്. നേരത്തെ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ചികിത്സാ പിഴവുകളും അതോടൊപ്പം തന്നെ ഈ ഉപകരണങ്ങളില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളടക്കം വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരവധി ആരോപണങ്ങളും അതോടൊപ്പം തന്നെ പരാതികളും ഉയരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആരോപണമായി മറ്റൊരു കുടുംബം, മലപ്പുറം ജില്ലയിലെ മറ്റൊരു കുടുംബം എത്തിയിരിക്കുന്നത്. അതും ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന 16 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനോടാണ്, ന്യൂമോണിയ ബാധിച്ച ഒരു കുഞ്ഞിനോടാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. ഈ ആരോഗ്യമന്ത്രിക്ക് വീണ്ടും ഒരു പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ആതിര. തീർച്ചയായും അഭിന, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യരംഗത്തെ അനാസ്ഥ വീണ്ടും പുറത്തു വരികയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതിയുമായിട്ടാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ കുടുംബത്തിന്റെ തീരുമാനം? തീർച്ചയായും ആതിര, ഈ ഒരു ഘട്ടത്തിൽ ആദ്യ സമയത്ത്, അതായത് നമുക്കറിയാം മലപ്പുറം കൊണ്ടോട്ടിയിലെ ഒരു സഹകരണ ആശുപത്രിയിൽ നിന്ന് പിന്നീട് പ്രൈവറ്റ് സ്ഥാപനത്തിലേക്കും ഇവിടെ നിന്ന് കുട്ടിയുടെ ഈ ചികിത്സ ലഭിക്കാതെ കൃത്യമായി അതിന് വേണ്ടുന്ന ഉപകരണം ഈ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഇല്ലാത്തതിനാൽ തന്നെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും പക്ഷേ ഇവിടെ നിന്നും വീണ്ടും മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ മറ്റു ഉപകരണ സാധനങ്ങളൊന്നും തന്നെ ശുശ്രൂഷ നൽകേണ്ട ഉപകരണ സാധനങ്ങളൊന്നും ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്കുമെതിരെയാണ് ഇനി പ്രധാനമായും കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും സൂപ്രണ്ടിന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആരോഗ്യമന്ത്രിക്ക് ആദ്യഘട്ടത്തിൽ ഈ ചികിത്സ മുടങ്ങിയ ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഈ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആരോപണവും ഇതിനോടകം ഈ ഒരു കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ കുട്ടി മരണത്തിന് കീഴടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ആശുപത്രി അധികൃതർക്കും ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർക്കെതിരെയും കൃത്യമായി നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരാതി നൽകും എന്നുള്ള കാര്യം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഇത് സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ ആ പരാതിയും നൽകും എന്നുള്ള കാര്യം കൂടി ഈ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കോഴിക്കോട് 13-ാം തീയതിയാണ് ഈ കുട്ടിയെ 13-ാം തീയതി രാത്രിയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് അന്ന് രാത്രി മുഴുവൻ പരിപാലിക്കാതെ കുട്ടിയെ കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിൽ തന്നെ കിടത്തുകയും പിറ്റേ ദിവസം രാവിലെ വാർഡിലേക്ക് മാറ്റുകയും ഈ വാർഡിൽ നിന്നും കുട്ടിക്ക് ഓക്സിജന്റെ അളവ് കുറഞ്ഞ് അവസ്ഥ വഷളാവുന്നതിനെ തുടർന്നാണ് ഇവിടെ നിന്നും ആശുപത്രി അധികൃതർ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നത്. അതും അനുബന്ധ ഉപകരണങ്ങളിലൊന്നും തന്നെ ഈ ആശുപത്രിയിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ്ടും ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുടുംബം മുന്നോട്ട് വരുന്നത്. ആതിര. ശരി അഭിന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ 16-കാരി മരിച്ചതായി പരാതി. മലപ്പുറം സ്വദേശി സുരേഷിന്റെ മകളാണ് മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടിയെ വെന്റിലേറ്ററും ബെഡും ഇല്ലെന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി അയച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്.
2018 പ്രളയത്തിൽ തകർന്ന ഇടുക്കി മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു.